പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിന് ആ കാലത്തും ഈ കാലത്തും എല്ലാവരും അഭിസംബോധന ചെയ്യുന്നത് സാറെന്ന് വിളിച്ചിട്ടാണ്. നസീർ സാർ. നസീർ സാറിനെ മാത്രമേ സാറെന്ന് വിളിക്കുള്ളൂ ഫീൽഡിൽ. ഇപ്പം എല്ലാവരും ഇന്ദ്രൻസ് സാറ്, മാള സാറ്, കുഞ്ചൻ സാറ്, ലാൽ സാറ്, മമ്മൂട്ടി സാറ്, എല്ലാവരും സാറെന്നാണ് ഇപ്പം വിളിക്കുന്നത്. ആ കാലത്ത് അങ്ങനെയില്ല. നസീർ സാറിനെ മാത്രം സാറെന്ന് വിളിക്കും. സത്യനെ സത്യമാഷ്, മതിച്ചേട്ടൻ, ജയൻ ചേട്ടൻ, സോമേട്ടൻ, സുഖുവേട്ടൻ, അങ്ങനെയല്ല എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം വിളിക്കും. ഇപ്പം അത് എല്ലാവരെയും സാറെന്ന് വിളിക്കുന്നു. ആ കാലത്തുള്ള നസീർ സാറിനെ സാറെന്ന് വിളിക്കുന്നതിൽ സത്യമാഷ് നസീർ സാറിനെക്കാളും കുറേ പ്രായമുള്ളത് കൊണ്ട് മിസ്റ്റർ നസീറിനെ വിളിക്കുകയാണ്. ബാക്കി എല്ലാവരും സാറെന്നാണ്. സത്യമാഷ് പിന്നെ സീനിയർ അല്ല, ഒരേ സമയത്ത് സീനിയറൊന്നുമല്ല, ഒരേ സമയത്ത് വന്ന വയസ്സിൽ സീനിയർ. തിക്കുറിശി അവരെല്ലാം വയസ്സിൽ കൂടുതലാണ്. അപ്പോൾ അവർക്ക് സാറിന് വിളിക്കേണ്ട ആവശ്യമില്ല. എന്തിന് ശശികുമാർ വരെ, ഡയറക്ടർ ശശികുമാർ വരെ നസീർ സാറിനെ വിളിക്കാനുണ്ട്. ഈ നസീർ സാർ മരിച്ചതിന് ശേഷം ഇപ്പം അടുത്ത കാലത്ത് ശശികുമാർ മരിക്കുന്നതിന് മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ വരെ ശശികുമാർ നസീർ സാറിനെ വിളിക്കുന്നത്. അതേപോലെ ജയൻ ചേട്ടൻ ഒരു 10 പ്രാവശ്യം നസീർ എന്ന് പറഞ്ഞെങ്കിൽ 10 പ്രാവശ്യം നസീർ സാർ എന്ന് പറയും. ഒരു പ്രാവശ്യം പോലും നസീർന്നോ പ്രേം നസീർന്നോ പറയില്ല. ഒരു പണ്ടത്തെ ഇൻ്റർവ്യൂവിൽ എടുത്ത് നോക്കിയാൽ മതി ജയൻ ചേട്ടൻ്റെ. നസീർ സാർ എന്ന് വെച്ചിട്ട് പോലും നസീർന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതേപോലെ സോമേട്ടൻ നസീർ സാറിന് വിളിക്കുന്നുണ്ട്. അതിൽ നസീർ സാറിന് വിളിക്കാത്ത, പണ്ട് വിളിക്കലുണ്ട് നസീർ സാർ ഉള്ള സമയത്ത്. മരിച്ച സമയത്ത് ഇപ്പം വിളിക്കാത്ത നടന്മാരാന്ന് ഒന്ന് മധു, സുകുമാരൻ, രാഘവൻ, ഷീല. ഇവർക്കൊന്നും ഇപ്പം നസീർ സാർ മരിച്ചതുകൊണ്ട് സാറ് വേണ്ട. മധുവിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ മതി. എല്ലാത്തിലും മധുചേട്ടൻ പ്രേം നസീറിനെ പറയും. 10 വർഷത്തെ സീനിയറാണ് നസീർ സാർ മധുവിനേക്കാളും. നസീർ സാർ 51 വന്ന്, മധു വരുന്ന 63. 11 വർഷത്ത് പിന്നെ ജൂനിയറാണ് മധു. മാത്രമല്ല അക്കാലത്ത് നസീർ സാറിനെ വിളിക്കില്ല. നസീർ സാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് നസീർ സാറിനെ വിളിക്കില്ല. ഇപ്പോൾ ഗമയായിപ്പോയി. ഇപ്പം നസീർ എന്ന് മാത്രമേ പറയും. അദ്ദേഹം പറയുമ്പോൾ നസീർ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ രാഘവൻ ചേട്ടൻ അക്കാലത്ത് നസീർ സാറിനെ വിളിക്കില്ല. ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ രാഘവൻ നസീർ സാറെന്ന് പറയില്ല, പ്രേം നസീറിനെ പറയും. പിന്നെ ഷീല നസീർ സാറിൻ്റെ ബാലി പോലെ നടന്ന ആളാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂവിലെല്ലാം പ്രേം നസീറിൻ്റെ കൂടെ എല്ലാം പറഞ്ഞാൽ ഇപ്പം പറയും. അന്ന് നസീർ സാറിൻ്റെ മുമ്പിൽ ഇരിക്കലുണ്ടെന്ന് പറഞ്ഞ സംശയമാണ്. നസീർ സാർ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, അല്ലെങ്കിൽ ഇരിക്കൂല. അങ്ങനെ ഇപ്പോൾ ഷീല ഞാൻ നസീറിനേക്കാളും പ്രതിഫലം വാങ്ങിയെന്നല്ല പറയുന്നത്. പിന്നെ ആരാന്ന് പറഞ്ഞാൽ ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ നസീർ സാറിനെ പറയില്ല. ഇപ്പോൾ നസീർ സാർ തന്നെ പറയുന്നത്. നസീർ സാർ മരിച്ച സ്ഥിതിക്ക് നസീർ സാർ കേൾക്കാനൊന്നും ഇല്ലല്ലോ, നസീർ എന്ന് പറഞ്ഞാൽ മതി ശ്രീകുമാരൻ തമ്പിച്ചേട്ടിക്ക്. പക്ഷേ നസീർ സാറിനെ പറയുന്നുണ്ട്. സുകുമാരനല്ല അക്കാലത്ത് നസീർ സാറിന് പറയില്ല. പിന്നീട് സുകുമാരൻ അടക്കം ഇൻ്റർവ്യൂവിലെല്ലാം പറയാൻ നസീർ എന്ന് പറയലുണ്ട്. മമ്മൂട്ടി നസീർ സാറെന്ന് പറയും, മോഹൻലാൽ നസീർ സാറെന്ന്. എല്ലാവരും മമ്മൂട്ടിയെല്ലാം പിന്നെ പറഞ്ഞാലേ ഒക്കുള്ളൂ. എത്രയോ കാലത്തിന് ശേഷം വരുന്നില്ല. മമ്മൂട്ടിയെല്ലാം വളരെ ജൂനിയറാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഞാൻ പറഞ്ഞ പണ്ടത്തെ കാലത്തുള്ള പറഞ്ഞത്. മധുചേട്ടനും പിന്നെ രാഘവൻ ചേട്ടനും സുഖുവേട്ടനും ഷീലാമയെല്ലാം ഇപ്പം നസീർ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഓക്കെ.